നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. എൻ്റെ എല്ലാ ചങ്കുകൾക്കും ഓണം, റംസാൻ ആശംസകൾ, പെരുന്നാൾ ആശംസകൾ നേരുന്നു. നമ്മളെ ഡ്രൈവർമാർ ഈ ഓണം ആഘോഷിക്കുന്ന ഒരു ഒത്തൊരുമയാണ്. അതുപോലെ പെരുന്നാളായാലും ഒത്തൊരുമയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ നമ്മൾ ഇതെല്ലാ ആഘോഷങ്ങളും സംയുക്തമായിട്ട് ആഘോഷിക്കുന്നത്. ഓണം വരുമ്പോൾ നമ്മളെല്ലാവരെയും വിളിക്കും, എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു, അല്ലേ? ഒത്തൊരുമ ഉണ്ടാകുന്നു. അതുപോലെ നമ്മൾ ഈ പെരുന്നാൾ വന്നാലും റംസാൻ വന്നാലും ക്രിസ്മസ് വന്നാലും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കും, നമ്മളവിടെ പോകുന്നു, അവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. അങ്ങനെയല്ലേ കണ്ടുവരുന്നത്, ശരിയല്ലേ? പക്ഷെ നമ്മൾക്കിടയിൽ ഈ ഒത്തൊരുമ എന്നുള്ളത് ആ ഒരു സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവർ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. പക്ഷെ നമുക്ക് ഒത്തൊരുമയില്ല. ഇപ്പോൾ തന്നെ പല പ്രശ്നങ്ങൾ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വണ്ടികളിൽ, ഓട്ടോറിക്ഷകളിൽ സൗജന്യ സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന രീതിയിൽ വ്യവസ്ഥ വന്നു. എന്തുകൊണ്ടാണ്? നമ്മളെ ഈ ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന തെറ്റിൻ്റെ ഫലമാണ്. യാത്രക്കാരോട് അപമര്യാദ പെരുമാറി, അധികമായിട്ട് ഓട്ടോ ചാർജ് മേടിച്ചു, യാത്രക്കാരായിട്ട് ഉന്തും തള്ളുകൊണ്ട് പ്രശ്നമുണ്ടായി, അവർ വീഡിയോ എടുക്കുന്നു, മോശമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ പേര് ചെയ്യുന്നതിൻ്റെ ഫലം ഈ ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് അത് ബാധിക്കുന്നത്, അവരെയാണ് ബാധിക്കുന്നത്. ശരിയല്ലേ? ഒത്തൊരുമയെന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും ഒരേ റേറ്റ് ഓടുന്നവർ കുറവാണ്. ചിലർ റേറ്റ് കുറച്ച് ഓടുന്നുണ്ട്, ചിലർ കറക്റ്റ് റേറ്റിന് മേടിക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെ. റേറ്റ് കുറച്ച് ഓടുന്നവർ ഒരുപാട് പേരുണ്ട്, അതിനൊന്നും പരാതി വരത്തില്ല. പക്ഷേ റേറ്റ് കൂടുതൽ മേടിക്കുമ്പോഴാണ് പരാതി വരുന്നത്. പൊതുജനങ്ങളാണെങ്കിലും ശരി, റേറ്റ് കുറച്ച് ഓടിക്കുന്നത് ഒരു 99% ആരും പരാതി വരത്തില്ല. ഇപ്പം 100 രൂപ ഓട്ടം ഉണ്ട്, 80 രൂപ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമേ വരത്തുള്ളൂ, പരാതികൾ ഉണ്ടാകത്തില്ല. പക്ഷേ റേറ്റ് കൂടുതൽ മേടിക്കുമ്പോൾ 100 രൂപ ഓട്ടോ ഉള്ളൂ 110 അല്ലെങ്കിൽ 120 മേടിക്കുമ്പോൾ അത് പരാതിയായി മാറും. പൊതുജനങ്ങൾക്ക് അതെടുക്കത്തില്ല, അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർ അപ്പോൾ നമ്മുടെ മേഖലയിൽ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്നതിൻ്റെ ഫലം എല്ലാ ഡ്രൈവർമാരെയും ബാധിക്കും. അതും മനസ്സിലാക്കണം. ഓൾറെഡി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സംയുക്തമായിട്ട് യൂണിയനെല്ലാം ഒന്നിച്ച് നിന്നിട്ടാണ് പണിമുടക്കിലേക്ക് കടക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഓട്ടോറിക്ഷകളിൽ നിന്ന് സൗജന്യ സ്റ്റിക്കർ ഒഴിവാക്കിയത്. ശരിയല്ലേ? വീണ്ടും നമ്മളിങ്ങനെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് പറയാൻ പറ്റും? പൊതുജനങ്ങൾ നമ്മളെ ചോദ്യം ചെയ്യത്തില്ലേ? ഓൾറെഡി നിങ്ങൾ സമരം ചെയ്യുന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാവുമെന്ന് കരുതി സൗജന്യ സ്റ്റിക്കർ എന്നുള്ള വ്യവസ്ഥ പിന്മാറി അതിൻ്റെ പരിശോധനകൾ കർശനമാക്കുന്ന പരിപാടി നിർത്തലാക്കി വെച്ചാണ്. വീണ്ടും അവിടെ ഇവിടെയും ഓട്ടോറിക്ഷ ചാർജിൽ കൂടുതൽ മേടിക്കുന്ന പരാതികൾ വന്നു തുടങ്ങി. അതിൻ്റെ വീഡിയോ സഹിതമാണ്, ഓട്ടോറിക്ഷക്കാരനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ സഹിതമാണ് വരുന്നത്. അപ്പോൾ തെളിവാണ്. നിങ്ങൾ ഏതെങ്കിലും മോശമായ റോഡിൽ കൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥ, യാത്രക്കാരെ കൊണ്ട് പോകേണ്ട അവസ്ഥ വരുവാണെങ്കിൽ നിങ്ങൾ ആ ഓട്ടോ ഒന്നും ഒഴിവാക്കുക. അല്ലെ അവിടുത്തെ പറയുക ആ റോഡ് മോശമാണ്, അതുവഴി പോകുമ്പോൾ ഇത്ര രൂപ ആവും, എനിക്ക് വണ്ടിക്ക് അതുപോലെ മെയിൻ്റെനൻസ് കൂടുന്നുണ്ട്, വണ്ടിക്ക് നല്ല പണി വരും, വണ്ടിയുടെ ഫ്രണ്ട് പണി വരും, അല്ലെങ്കിൽ ബെയറിങ് അല്ലെങ്കിൽ വീൽ അങ്ങനെ തേയ്മാനം കൂടുതൽ വരുന്നുണ്ട്, അതിൻ്റെ പേര് ഇത്ര രൂപ തരണമെന്ന് പറയുക. കാരണം റോഡ് മോശമാണെങ്കിൽ, ഗതാഗത യോഗ്യമല്ല എന്നുണ്ടെങ്കിൽ അതുവഴി പോകേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. റോഡ് മോശമായ റോഡിലാണ് ഓട്ടം പോകുമ്പം 100 രൂപ ഓട്ടത്തിന് 150 130 ചോദിച്ച് കാണും. അതൊക്കെ ആയിരിക്കും പ്രശ്നം ഉണ്ടാകും. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ യാത്രക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ യാത്രക്കാരെ അങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ മോശമായിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ ഈ കേരളത്തിലെ മൊത്തം ഓട്ടോ തൊഴിലാളികളെയും ബാധിക്കും. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുന്ന ഒരു അഭ്യർത്ഥനയുണ്ട്.